ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ അടച്ച ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന ആവശ്യം തള്ളപ്പെട്ടതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പ്രത്യാക്രമണ ഉപരോധം പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാകുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലോകത്തെ മറ്റൊരു സുപ്രധാന സമുദ്രപാതയായ ബാബൽ മന്ദബ് കടലിടുക്കും ഉപരോധിക്കുമെന്ന സൂചനയുമായി ഇറാൻ രംഗത്തെത്തി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ബാബൽ മന്ദബ് ഉടനടയ്ക്കുമെന്ന തരത്തിലുള്ള സന്ദേശം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി അക്ബർ വെലായത്തിനും വൈറ്റ് ഹൌസിനും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബാബൽ മന്ദബിനെ ഹോർമുസ് കടലിടുക്കിന് തുല്യമായാണ് റെസിസ്റ്റൻസ് ആക്സിസ് കാണുന്നത്. വൈറ്റ് ഹൌസ് തങ്ങളുടെ വിഡ്ഢിത്തം തുടർന്നാൽ ഒരൊറ്റ നീക്കത്തിലൂടെ ലോകത്തെ ഇന്ധന വാണിജ്യ ഗതാഗതം പൂർണ്ണമായും തടയാൻ കഴിയുമെന്ന് അവർ ഉടൻ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെങ്കടലിൽ ഹൂതി വിമതരും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി തുടർന്നിരുന്ന സംഘർഷം ഈയിടെയാണ് അവസാനിച്ചത്. ഇത് കപ്പൽ സഞ്ചാരത്തിന് ആശ്വാസമേകി വരുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഭീഷണി. ഹോർമുസിന് പകരം ബാബൽ മന്ദബ് തടയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ചെങ്കടലിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് മുറുകുന്നത് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറന്നേക്കുമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു. ഹോർമുസിൽ കടുംപിടുത്തം തുടരുന്ന ഇറാനെ അതേ നീക്കം കൊണ്ട് വെട്ടാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെല്ലുവിളി. കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം പിരിക്കുന്നത് തടയാൻ കപ്പലുകളെ ഹോർമുസിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തന്നെ തടയുമെന്നാണ് വെല്ലുവിളി. ഇത് അന്താരാഷ്ട്ര ജലപാതകളെയും സമുദ്രമേഖലയും സംഘർഷത്തിൽ മുക്കുമെന്ന് ഉറപ്പാണ്. അതിനിടെ ഇറാനും അമേരിക്കയും ഇടയിലെ സംഘർഷത്തിൽ സമാധാനം സാധ്യമാക്കാനായി മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. മധ്യസ്ഥ റോളിലേക്ക് ഒരു വൻശക്തി എത്തുന്നത് യുദ്ധസാഹചര്യം ഒഴിവാക്കാൻ സഹായകമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി നിന്ന റഷ്യയാണ് പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന വാഗ്ദാനം നൽകുന്നത്. ഇതിൽ ലോകം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇറാന്റെ യുറേനിയം തങ്ങൾ സൂക്ഷിക്കാമെന്നതുൾപ്പെടെ ഫോർമുലകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി പുടിൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. മേഖലയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി മധ്യസ്ഥത വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അദ്ദേഹം സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ റഷ്യയുടെ മധ്യസ്ഥ ശ്രമം ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ നിർണായകമായേക്കും. ഇറാന് സമ്മതമുള്ള റഷ്യൻ മധ്യസ്ഥതയ്ക്ക് അമേരിക്ക കൂടി കൈകൊടുത്താൽ അത് ചരിത്രമാകും. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടെങ്കിലും സമാധാന ശ്രമങ്ങൾ തുടരുമെന്ന് പാകിസ്ഥാനും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വേദനാജനകമായ വിട്ടുവീഴ്ചകൾ അമേരിക്കയും ഇറാനും തയ്യാറാകണമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി പറഞ്ഞു. ലോകത്തെ എണ്ണ, പ്രകൃതിവാതകം, ഗോതമ്പ്, വളം എന്നിവയുടെ ഗതാഗതത്തിൽ ബാബൽ മന്ദബ് കടലിടുക്കിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഹും കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നു. ഈജിപ്തിലെ സൂയിസ് കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാബൽ മന്ദബ് ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ്. ആഗോള എണ്ണക്കടത്തിന്റെ 12% ഏഷ്യ യൂറോപ്പ് വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗവും ഈ വഴിയിലൂടെയാണ് നടക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സൗദി അറേബ്യ എണ്ണ കയറ്റുമതിക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് ചെങ്കൽ തീരത്തെ യാൻബു തുറമുഖത്തെയും ബാബൽ മന്ദബ് പാതയുമാണ്. ഹോർമുസ് കടലിടുക്കിൽ തിങ്കളാഴ്ച വൈകിട്ട് 5:30 ഉപരോധം ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായാണ് ഇറാൻ രംഗത്തെത്തിയത്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഭീഷണി നേരിട്ടാൽ അതിന്റെ പ്രത്യാഘാതം മേഖലയിൽ ആകപ്പടരുമെന്നാണ് ഇറാന്റെ ഭീഷണി. മേഖലയിലെ സമുദ്ര സുരക്ഷ എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് ഖാദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് പറഞ്ഞു. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു നീക്കവും അയൽരാജ്യങ്ങളിൽ പ്രതിഫലിക്കുമെന്ന് മെഹർ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തുറമുഖങ്ങളുടെ സുരക്ഷ അപകടത്തിലായാൽ പേർഷ്യൻ ഉൾക്കടലിലും ഒമാൻ ഉൾക്കടലിലുമുള്ള ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.